അതെ, എല്ലാരും കൂടി ഇങ്ങനെ തിക്കി വരണ്ട, അതൊക്കെ ദീപ്തിക്ക് ബുദ്ധിമുട്ടാവും. ദീപ്തി വാ വാ. ഇങ്ങോട്ട് ഞാൻ കത്തിക്കാം. ഞാൻ കത്തിക്കാം. എനിക്ക് ഇനി ഞാൻ ഒരു ബാക്ക് ക്യാമറയിൽ ബാക്ക് ചെയ്യുന്നത് സമ്മതിക്കാം. ചേച്ചി, ഈ കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചതേ ചേച്ചിയും കൂടെ തീരുമാനിച്ചിട്ടാണോ? ഏയ്, മൂപ്പരുടെ ഐഡിയ. മൂപ്പരുടെ മാത്രം ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉടായ്പ എനിക്ക് മണക്കുന്നുണ്ട്. നേരെ പിടിച്ചെടുക്കാതെ. അവള് വന്നപ്പോ തൊട്ടേ എല്ലാത്തിന്റെ വെപ്രാളം ചേച്ചി ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അതെ, റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? രാഘവാൽസിനും പറയണം. ചേച്ചി എന്റെ കൂടെ നിൽക്കാവോ? ഇത് ഞാൻ പൊളിച്ച് കൈ തരാം. വാ. കമലു, വണ്ടി റെഡി അല്ലേ? ദീപ്തിയെ ഞങ്ങൾ കൊണ്ടാക്കാം. നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദീപ്തിയെ പോലെ ഒരു സെലിബ്രിറ്റി ഒക്കെ വരുമ്പോ നന്നായി ട്രീറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അല്ലേ പ്രിയങ്ക? അപ്പൊ ശരി, പോയിട്ട് വരാം കേട്ടോ. വാ, നമുക്ക് പോവാം. വാ. ഇത് കൊണ്ടുപോകണം. കഷ്ടം. തേനല്ലടേ. അരവിന്ദ, നീ വിഷമിക്കണ്ട. ഹോട്ടലിലാക്കിട്ട് അവരങ്ങ് പോക്കോളൂ. പോവില്ലടേ. ബെസ്റ്റ്. മോൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടാ. ആഹാ, എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, അഭിനയിച്ചോളൂ ആള്. നമുക്ക് നോക്കാലോ. ഈ അമ്മ ചുമ്മാ പറയുന്നതാണ് കേട്ടോ ചേച്ചി. മോൾ എന്തിനാ ഇപ്പൊ പഠിക്കുന്നേ? ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ആദ്യം പഠിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ല, പ്രിയങ്ക എന്താ കുട്ടികളെ കൊണ്ടുവരാതിരുന്നേ? പ്രിയങ്കയ്ക്ക് കുട്ടികളില്ല, ട്രീറ്റ്മെന്റില്ല. ഐ എം സോറി കേട്ടോ. മണി ഇപ്പൊ തന്നെ 2:30. ഇനിയും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കാന്നല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. അവൾമാര് പോവാത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? കമലു, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടോ. അരവിന്ദൻ പറഞ്ഞ കണക്കെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. രാവുകാലം കഴിയാറായി. ഓ, ഇയാള് അണ്ണാ, ഒരു പണി പണിഞ്ഞു നോക്കാം. വാ, നിങ്ങളിതി. വാ, നിങ്ങടാ കിടക്ക്. കമലു, വർക്കൗട്ട് ആവുമോ? കമലേട്ടാ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. റെസ്റ്റോറന്റ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 3 ബിരിയാണി വേണം. വേറെ എന്തെങ്കിലും? ബാക്കി കഴിച്ചിട്ട് മതി. പിന്നെ ദീപ്തിക്ക് ജ്യൂസ് മതിന്ന്. ആന്നേ. പിന്നില്ലേ, സുചിത്രേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനേ. അവരൊക്കെ വലിയ ഫാൻസാ ദീപ്തിയുടെ. പിന്നെ ഒരു കാര്യം അറിയോ,
ദീപ്തിപ്പേ ഞങ്ങളുമായിട്ട് നല്ല കൂട്ട കമലേട്ടാ. ദീപ്തിക്ക് ഒരേ നിർബന്ധം, ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന്. അതാ നല്ലത് അല്ലേ കമലു? പിന്നെ ആ ചേട്ടാ, ബിരിയാണിയുടെ കാര്യം മറക്കല്ലേ. ആ, ഇതാ വരും. ശാവ കിട്ടിയത് പറ്റിപ്പോയണ്ണ. അപ്പൊ ശരി, എല്ലാരും ഹാപ്പി അല്ലേ? പിന്നെ വക്കീലെ ഹാപ്പി അല്ലേ? സാറ്റിസ്ഫൈഡ്. അതെ, ഈ അടിയെങ്കിലും അടിച്ചാലോ? ആ ആടിയെങ്കിലും നടക്കട്ടെ. എന്തുവാടേ കമലു ഇത്? സീരിയൽ ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോ നീ പോലീസിന്റെ പണിയും തുടങ്ങിയോ? സെറ്റിലോടുന്ന വണ്ടിയല്ലേ അണ്ണ, അങ്ങനെ പലതും കാണും. നിങ്ങൾ വാ. ഓ